ഹായ് നമസ്കാരം. ട്രാവൽ പാർട്ണറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ചെന്നൈയിലെ ഒരു കല്യാണ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഒപ്പം സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കാതിരിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചെന്നൈയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇവിടുത്തെ ഒരു കല്യാണ വിശേഷങ്ങളാണ്. SMK മഹൽ എന്ന് പറയുന്ന ഒരു ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഒരു കല്യാണം. രാവിലെ കയറി വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ ഇങ്ങനെ പനിനീർ തളിക്കുന്ന ഒരു ചടങ്ങാണ് നമ്മളിപ്പോൾ കണ്ടത്. LED വാളും ഒക്കെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. കേരളത്തിൽ തന്നെ ഇപ്പോൾ എല്ലാ കല്യാണ ചടങ്ങുകളും മിക്കവാറും ഒരാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളാണ്. മെഹന്തി, ഹൽദി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചടങ്ങുകളുണ്ടല്ലോ. ചെന്നൈയിലും ആചാരങ്ങൾക്കൊന്നും കുറവില്ല. സിനിമയിലൊക്കെ കാണുമ്പോഴത്തെ ഒരു കളർഫുൾ കല്യാണങ്ങളാണ് ഇവിടെ കൂടുതലും നടക്കുന്നത്. ഇതിപ്പോൾ വൈകുന്നേരത്തെ ഈവനിങ് ഫംഗ്ഷനാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. വധുവിൻ്റെ ആൾക്കാരെ ഈ കാണുന്ന സാധനങ്ങളെല്ലാം വെച്ച് വരൻ്റെ ആൾക്കാർ സ്വീകരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. മുന്തിരി, ആപ്പിൾ, ഇങ്ങനെ പല പഴവർഗ്ഗങ്ങളും ഫ്രൂട്ട്സും പിന്നെ വെറ്റില, അടയ്ക്ക തുടങ്ങി നമ്മുടെ നാട്ടിലെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയും പോലെ ഇതെല്ലാം വെച്ച് വരൻ്റെ ആൾക്കാർ വധുവിൻ്റെ ആൾക്കാരെ സ്വീകരിക്കുന്ന ഒരു ചടങ്ങാണ് നമ്മൾ കാണാൻ പോകുന്നത്. തേങ്ങ, ആപ്പിൾ, പഴം, കൈതച്ചക്ക എന്ന് വേണ്ട സകല ഐറ്റംസ് വെച്ചുള്ള ഒരു സ്വീകരണം. ഇപ്പോൾ വധുവിൻ്റെ ആൾക്കാർ വധുവിനെയും കൊണ്ട് കാറിൽ വന്നിട്ടുണ്ട്. ഇനി ഇവരെ വരൻ്റെ ആൾക്കാർ സ്വീകരിക്കുന്ന ഒരു ചടങ്ങ് ഇതുപോലെ താലങ്ങളായിട്ട് ഇങ്ങനെ നിരന്ന് നിന്ന് അവരെ സ്വീകരിക്കുന്ന ഒരു ചടങ്ങാണ്. ഇപ്പോൾ സമയം ഏകദേശം രാത്രി 7 മണിയായിട്ടുണ്ടാവും. അപ്പോഴാണ് ഈ ചടങ്ങ് നടക്കുന്നത്. കേരളത്തിലൊന്നും നമ്മൾ ഇങ്ങനെയുള്ള ചടങ്ങുകൾ അധികമായിട്ട് കാണാറില്ല. ചില സ്ഥലങ്ങളിലൊക്കെ കാണുമായിരിക്കും. ഈ മരത്തിൻ്റെ മുകൾ ഭാഗം കണ്ടില്ലേ, സീരിയലൊക്കെ ഇട്ട് ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ നാദസ്വരവും തകിലും ഒക്കെ ഇതിൻ്റെ കൂടെ ഇങ്ങനെ വായിക്കുന്നുണ്ടാവും. ഇപ്പോൾ അടുത്തുള്ളൊരു ക്ഷേത്രത്തിലേക്ക് വധുവിനെയും കൂട്ടി പോകുന്ന ഒരു ചടങ്ങാണ് നമ്മൾ കാണുന്നത്. വളരെ രസകരമായിട്ടുള്ള ചടങ്ങായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരുപക്ഷെ ഇതൊന്നും കേരളത്തിൽ നമ്മൾ കാണാത്തതുകൊണ്ടായിരിക്കാം. ഇത് ആ മണ്ഡപത്തിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു കോവിലായതുകൊണ്ടാണ് ഇങ്ങോട്ട് അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയിട്ട് വന്നത്. അല്ലാതെ ഈ ക്ഷേത്രം കണ്ടിട്ട് ചെറിയൊരു ക്ഷേത്രമായിട്ടാണ് തോന്നിയത്. വലിയ പ്രശസ്തി ആർജിച്ച ക്ഷേത്രമൊന്നുമല്ല. മണ്ഡപത്തിൻ്റെ അടുത്തുള്ളൊരു ക്ഷേത്രം ആയതുകൊണ്ട് അവരിവിടെ അനുഗ്രഹം മേടിക്കാൻ വേണ്ടി പോകുന്നു. അതാണ് എനിക്ക് തോന്നിയത്. ഈ ക്ഷേത്രത്തിൽ വധു മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ. വരൻ മണ്ഡപത്തിൽ ഇപ്പോഴും നിൽപ്പുണ്ട്. അനുഗ്രഹമൊക്കെ മേടിച്ചതിന് ശേഷം റോഡിലൂടെ തന്നെ നടന്ന് മണ്ഡപത്തിലേക്ക് പോവുകയാണ്. ഏകദേശം ഒരു 300-400 മീറ്റർ നടക്കാനേ ഉള്ള ദൂരമേ ഉള്ളൂ മണ്ഡപത്തിലേക്ക്. അപ്പോൾ ഇവിടെ ഈ കൊട്ടുവാദ്യങ്ങളൊക്കെ കൊട്ടി വരുമ്പോൾ വധുവും അതിനിടയിലൂടെ നടന്നിങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ രണ്ടു കൂട്ടരും മണ്ഡപത്തിൽ വന്ന് ഒരുമിച്ച് തന്നെ മണ്ഡപത്തിനകത്തേക്ക് കയറിപ്പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതെൻ്റെ ഒരു റിലേറ്റീവിൻ്റെ കല്യാണമായതുകൊണ്ടും ചെന്നൈയിലെ വ്യത്യസ്തമായിട്ടുള്ള കല്യാണ ചടങ്ങുകളായതുകൊണ്ടും ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയതാണ്. പിന്നെ ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ കാണും പോലെ തന്നെ കൂടെ പഠിക്കുന്ന കുട്ടികളാണ് ഡാൻസ് ചെയ്യുന്നത്. ഗ്ലാസ്സൊക്കെ വെച്ച് വധുവിൻ്റെ ഒരു തകർപ്പൻ ഡാൻസ്. രാത്രി നടക്കുന്ന ചടങ്ങുകൾ പോലെയല്ല. നാളത്തെ ചടങ്ങുകളെന്ന് പറയുന്നത് ഇതിലും കുറച്ചുകൂടെ വിശേഷമായിട്ടുള്ള ചടങ്ങുകളാണ്. അപ്പോൾ ഇങ്ങനെ ഇന്നത്തെ ഈ ആഘോഷങ്ങളെല്ലാം, ഈ കല്യാണത്തിൻ്റെ വൈകുന്നേരത്തെ ആഘോഷങ്ങളെല്ലാം ഡാൻസും പാട്ടും എല്ലാം പാടി തിമിർത്തതിന് ശേഷം ഞങ്ങളെല്ലാം നേരെ ഫുഡ് കഴിക്കാൻ പോയി. വെജിറ്റേറിയൻ ഫുഡ് തന്നെയാണ്. ഇടിയപ്പം, ചമ്മന്തി, പിന്നെ കൂട്ടുകറികൾ, ചപ്പാത്തി, ഫ്രൈഡ് റൈസ്, അങ്ങനെ റൈസും അതിൻ്റെ കറികളും, അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കുറേ ഫുഡ് ഐറ്റംസ്. അത് കഴിഞ്ഞതിന് ശേഷം പയ്യൻ്റെ വീട്ടുകാരുടെ അർമാദിക്കലാണ്. വീഡിയോ എടുക്കുന്നതിനിടയിൽ നല്ല ഭംഗിയുള്ളൊരു കുട്ടി, അവനെ ഞാൻ കുറേ നേരം ഇങ്ങനെ വീഡിയോ എടുത്തു. പിന്നെ ഇവിടെ കുറേ ഫോട്ടോ സെഷൻ ഉണ്ടായിരുന്നു. അതായത് വധുവിൻ്റെയും വരൻ്റെയും കൂടെ നിന്നെടുക്കാം ഫോട്ടോ. എത്ര ഫാമിലീസ് വരുന്നുണ്ടോ അവർക്കൊക്കെ ഫോട്ടോ എടുത്തതിന് ശേഷം അതിൻ്റെ പകർപ്പ് കൊടുക്കും. അങ്ങനെ ഞങ്ങളും ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ എടുത്തതിൻ്റെ കോപ്പി ഞങ്ങൾക്കും കിട്ടി. ഇതാണ് ആ കോപ്പി. റിസപ്ഷൻ്റെ ഡേറ്റൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ കയ്യിൽ ഈ കോപ്പി തരുന്നത്. പിന്നെ DJ പാർട്ടി ഉണ്ടായിരുന്നു. എന്നിട്ട് ഇവിടുത്തെ കല്യാണത്തിൻ്റെ വൈകുന്നേരത്തെ ഫങ്ഷൻസൊക്കെ ഏകദേശം ഒതുങ്ങാറായി.
അങ്ങനെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക്, ഷെയർ, കമൻറ്റ് ഇത് മൂന്നും ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.